ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് രണ്ട് പടം റിലീസായിരുന്നു. ഒന്ന് ഡീമോൻ്റെ കോളനിയും പിന്നൊന്ന് തങ്കളാനും. അപ്പോൾ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ജേനറിൽ ഇറങ്ങിയ പടങ്ങളാണ്. വിക്രമിൻ്റെ കോബ്രയ്ക്ക് ശേഷം വന്ന പടമാണ് തങ്കളാൻ. അത്യാവശ്യം നല്ല ഹൈപ്പിൽ വന്ന പടമാണ് തങ്കളാൻ. ഡീമോൻ്റെ കോളനി എന്ന് പറഞ്ഞാൽ ഡീമോൻ്റെ കോളനി ടു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കിടിലം പടമായിരുന്നു. കിടിലം പടം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കത്തില്ല. അത്രയ്ക്കും കിടിലൊരു പടമായിരുന്നു ഡീമോൻ്റെ കോളനി ആണ്. ഞാൻ ആ സിനിമ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡീമോൻ്റെ കോളനി. അപ്പോൾ ആദ്യം ഡീമോൻ്റെ കോളനി 2ൻ്റെ അഭിപ്രായം പറയാം. ആ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ LCU വിക്രം സിനിമയൊക്കെ കണ്ടില്ലായിരുന്നോ? കൈദിയുമായിട്ട് കണക്ട് ചെയ്തൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത പോലെ ഈ സിനിമ അതേപോലെയാണ്. തമിഴ് സിനിമകളിൽ, അതായത് കോളിവുഡ് സിനിമയിൽ പുതുതായിട്ട് വന്നൊരു സിനിമാറ്റിക് യൂണിവേഴ്സുള്ള പടമാണിതിപ്പോൾ. കാരണം ഡീമോൻ്റെ കോളനി 1 എന്ന് പറയുന്ന കഥയുമായിട്ട് ഇവർ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നല്ല രീതിയിൽ ലിങ്ക് ചെയ്ത് എന്ത് കിടിലം പടമാണ്. ഹൊറർ ത്രില്ലർ ജേനറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പടം. തമിഴിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പടം എന്ന് ഞാൻ തന്നെ പറയും. അതിന് യാതൊരു മാറ്റമില്ല. കിടിലം പടം ഡീമോൻ്റെ കോളനി 2. കാരണം ഡീമോൻ്റെ കോളനി ഫസ്റ്റ് എല്ലാവരും കണ്ടാണ്. അതിനകത്ത് നമ്മുടെ MS ഭാസ്കർ മരിക്കുന്ന ഒരു സീനുണ്ട്. അവിടുന്നാണ് ഈ സിനിമയുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. ഇതിൻ്റെ കഥ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് മെയിൻ പരിപാടി തുടങ്ങി. പിന്നെ ആ ഡീമോൻ്റെ കോളനിയുമായിട്ട് ബന്ധിപ്പിച്ച് കഥ ഫുള്ളായിട്ട് എൻ്റെ റിവ്യൂ മൊത്തം ഞാൻ കഥ പറഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ പറയുന്നില്ല, അതിനുള്ള സമയമില്ല. മസ്റ്റ് വാച്ച്, ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ തങ്കളാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത് വിക്രമിൻ്റെ പെർഫോമൻസാണ്. എന്തോ പെർഫോമൻസാണ്. സീരിയസ് ആയിട്ട് പറയാൻ, നാഷണൽ അവാർഡിന് അടുത്ത തവണ പ്രഖ്യാപിക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിൻ്റെ കൂടെ ഇതും ഫൈനൽ റൗണ്ടിൽ പോകും. രണ്ടിനും ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആസ് എ പെർഫോമൻസ് പൃഥ്വിരാജ് ഡെഡിക്കേഷൻ രീതിയിൽ ഒരുപാട് ശരീരമൊക്കെ മാറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആക്ടിങ് എന്ന രീതിയിൽ വിക്രം ഇച്ചിരി മോളിൽ നിൽക്കും. അതും കിടിലമാണ്, ഇതും കിടിലമാണ്. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വിക്രമിന്. മറ്റേ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ സഹതാപം, കഷ്ടപ്പാട് അതേ ചെയ്യാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തേക്കുവാണ് പാരഞ്ജിത്ത്. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സിനിമ തങ്കളാൻ. പക്ഷേ എനിക്ക് കൊടൂരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫാൻറ്റസി ചിത്രമാണിത്. സത്യത്തിൽ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് വിക്രം. മൊത്തത്തിൽ തങ്കളാൻ രണ്ട് പടം കിടിലം. ഡീമോൻ്റെ കോളനിയും കിടിലം, തങ്കളാനും കിടിലം പടം. ഒന്നും പറയില്ല, മസ്റ്റ് വാച്ചാണ്. രണ്ട് പടങ്ങളും കണ്ടിരിക്കേണ്ട പടങ്ങളാണ്.